ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്താ കളിക്കുന്ന കുഴപ്പം? ഞങ്ങൾ പല വിധത്തിലുള്ള കളി കളിച്ച്. 1-ാം കളി, 2-ാം കളി, 3-ാം കളി, 4-ാം കളി, 5-ാം കളി, 7-ാം കളി, എല്ലാം കിളികൾ അങ്ങനെ പിടിച്ച്. ഹാർട്ട് അടിച്ചു പോയനെ ഇന്നലെ. ചേച്ചി ഇടുന്ന ഡ്രസ്സ് ഒക്കെ എവിടെ നിന്ന് എടുക്കുന്നേ? ചുരിദാറൊക്കെ ചുരിദാറൊക്കെ ഞാൻ എടുക്കുന്നത് ഷീമാട്ടിയിൽ നിന്ന്, ജയലക്ഷ്മിയിൽ നിന്ന്. ഇഷ്ടായി? ഇന്ന് ആരെങ്കിലും ഒരെണ്ണം കിട്ടോ? ഇപ്പൊ കിട്ടിക്കന്നെ നന്നായനെ. മൂടാവുന്നു. വിളിക്കട്ടെ ആരെങ്കിലും കിട്ടോ നോക്കട്ടെ. മൂടായേ എന്തിനാ ദുബായ് ആണോ? ദുബായിലെ നമ്പർ കണ്ടിട്ട് പിന്നെ ദുബായ് അല്ലാതെ പിന്നെ അമേരിക്കയിലാവോ ചേട്ടാ? 9167 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എന്ത് പൊട്ടറാണ് ഇവരൊക്കെ. കാര്യബോധം ഇല്ലാത്തവന്മാരൊക്കെ കളിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഉണ്ട് ഞാൻ അവിടെ വന്നിട്ട് എവിടെ. എടാ നീ കാണാൻ തന്നെയാണ്, വെറുതെ ചുമ്മാ സംസാരിക്കാൻ തന്നെയാണോ? അല്ല വല്ല കാര്യത്തോടുള്ള വല്ലതിനാണോ? എന്നാ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്തുണ്ടാണ്? ഞാൻ ആന പറ എടുക്കാൻ പോണ പോലെയാണോ ഞാൻ ഇരിക്കണേ? ഞാനിപ്പോൾ ഫുൾ ധൈര്യമായിട്ടാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾ എടുത്താ ബുക്ക് ചെയ്താ അതോ വെറുതെ വന്ന് കാണാൻ വേണ്ടി തന്നെയാണോ? എവിടെ പൊന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എണീറ്റ് ഫ്രഷ് ആവട്ടെ. നീ റെസ്റ്റ് എടുത്ത്. ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ്. വൈകുന്നേരം എത്ര മണിക്ക് വരുന്നെന്നാ പറഞ്ഞേ? വന്നിട്ട് അവിടെ വന്നിട്ട് വിളിക്കട്ടാ. എന്ത് ചെയ്യണേണ്? ഉറങ്ങണേണോ? ഫുഡ് കഴിച്ചാ? ഒരുപാട് മുത്തുപണികളുണ്ടാ. എല്ലാവരും ചോറ് തിന്നാൻ നമ്മൾ അന്വേഷിക്കണ്ട, നമ്മളൊക്കെ ചോറ് തിന്നാന്ന് അന്വേഷിക്കണം. ആരാടെ ഇത്? ഇവനല്ലേ? ഇവന് ഏതവനം? നമ്മൾ ചെറിയ ചെക്കനുണ്ടോ? എന്താ പേര്? 19. എടാ മോനെ, എനിക്ക് ജാടയൊന്നും ഇല്ല, നിനക്കാണ് ജാട. നിന്റെ ഫോട്ടോ ഇപ്പൊ ഉണ്ടായിട്ട് നീ എന്താടാ കേക്ക് കൊണ്ട് വെച്ചേക്കണ DP-യിൽ? നിനക്കല്ലേ ഒടുക്കത്തെ ജാട? കേക്ക് കൊണ്ട് വെച്ചേക്കണം. എല്ലാവരും എടുത്തു കഴിഞ്ഞു. ഇനി ആരുമില്ല. ഈ മാസത്തെ ഇന്നലത്തെ ക്വാർട്ടർ കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ ക്വാർട്ടർ എല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി ഈ മാസം മെയ് 1-ാം തീയതി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇന്ന് എത്രാം തീയതിയാണ്? 3 അടച്ചോനെ. 10-ാം തീയതി ആകുമ്പോൾ റെന്റ് കൊടുക്കണമല്ല, 1600 രൂപ കൊടുക്കണമല്ല. എൻ്റെ പതിരിങ്ങളെല്ലാം ഞാൻ തന്നെ കൊടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനോ? ഹോട്ടൽ എവിടെ എടുക്കുക? നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് പോയി എടുക്കും. ഞാനിപ്പോൾ നിങ്ങൾ എടുക്കണത്, ഞാനിപ്പോൾ എന്താണ്? നിങ്ങളുടെ കയ്യിലെ കാശ് നിങ്ങൾ എടുക്കണം നിങ്ങളുടെ സൗകര്യത്തിന്. ഞാനാ ചോദിക്കണത്? എൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയണം? ഞാൻ എൻ്റെ ടിക്ടോക്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്കിലുള്ള ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സുകളുണ്ട്, മനസ്സിലായി? അവരായിട്ട് ടിക്ടോക്കിൽ റാണിയായ മൊഞ്ചത്തിനെ മീറ്റ് ചെയ്യും. കാരണം ഞാനൊരു പ്രമുഖിയാണ്. എന്നെ കാണാൻ പലവരും അവിടെ ക്യൂ ആയിട്ട് നിൽക്കും. ഞാനപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അല്ലാതെ ഞാൻ അങ്ങനെ കളിക്കാൻ പോണ ടീമൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കണ പോലെ ഞാൻ എന്നും കളി എടുക്കുന്ന ഒരു സ്ത്രീ അല്ല കേട്ടോ. എനിക്ക് കളീനെക്കാട്ടും ഏറ്റവും വലിയ ഇഷ്ടം അവരെ കണ്ട് ആസ്വദിക്കുക, അവരെന്നെ കണ്ട് ആസ്വദിക്കുക. ആസ്വദിച്ചോട്ടക്കം വെക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചാൽ ഞാനൊന്നും കളിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ കളിക്കാരിയല്ല മക്കളെ. എന്നെ കണ്ട കളിക്കാരിയാന്ന് തോന്നുന്നു. നിങ്ങൾ പറ. എന്നെ കണ്ട കളിക്കാരിയാന്ന് തോന്നോ? ആണെങ്കിൽ പറ, എന്നിട്ടാണ് നിങ്ങളെ ബ്ലോക്ക് അടിക്കാൻ. അപ്പോൾ കളി ഇല്ലേ? കളി എനിക്ക് ഇഷ്ടമുള്ളവരൊന്നുമല്ല കളിക്കാൻ പറ്റുമോ? എല്ലാവരുടെ കൂടെ കളിക്കാൻ പറ്റുമോ? എല്ലാവരുടെ കൂടെ എങ്ങനെയാണ് കളിക്കാണ്? ഒരിക്കലും ഇല്ല. എന്നെ കണ്ടാലേ വെടിയാന്ന് പറയുമോ? ഇവിടെ പറയട്ടെ, എന്നെ വെടി ലുക്ക് ഉണ്ടോ? എന്നെ വെടി ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പടക്കങ്ങൾ ഞാൻ വിളിക്കും. മയിലുകളെ കൊല്ലും ഞാൻ, പൂറി മക്കളെ. ഒരിക്കലും പറയില്ല. എന്താടാ ഒരു ഉന്നം വെച്ചുള്ള സംസാരം? ഒരിക്കലും ഇല്ല ചേച്ചിന്ന്. എന്താടാ കഴുത്ത് ഞാൻ മുറിക്കും. അവിടെ എന്നെ കണ്ടിട്ട് ഒരാൾ ചോദിക്കണ ഡോക്ടറാണ്.
ഞാൻ സൈതോസ്കോപ്പ് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ ചേച്ചി ഡോക്ടറാണത്. യെസ്, മുട്ട അണ്ടിയും പരിശോധിക്കല എൻ്റെ ജോലി. എണീക്കാത്ത മുട്ടകളൊക്കെ എണീപ്പിക്കും ഞാൻ. ഇന്ന് ഉപദേശം യൂസഫ് കാക്ക ഇല്ലെന്ന്. പിന്നെ കണ്ടാലറിയാം തറവാടിയാണെന്ന്. നിന്നെ ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടിക്കേണ്ട സമയമായി. ഞാൻ എൻ്റെ നെറ്റിയിൽ എഴുതി വെച്ചേക്കണം ഞാൻ അതാണ്. നെയ്ച്ചോറ് നിക്കാറിൽ എന്താ ഈ ചോറ് ഇന്ദക്കൾ എന്തോന്ന് കണ്ണ് പിടിക്കല്ല, കണ്ണ് സിഗ്നൽ പോയി തുടങ്ങി. മുഖം പാവം കണ്ടാൽ അറിയാം ഭൂലോക കളിക്കാരിയാണെന്ന്. മുഖം കണ്ടാൽ അറിയാം അല്ലേ? ഭൂലോക കളിക്കാരിയാണെന്ന് പറയാം അല്ലേ? ഞാൻ പറയട്ടെ, അവിടെ ഒരു കളിയൊക്കെ കിട്ടാന്ന് വെച്ചാൽ യോഗം ചെയ്തല്ലേ. നിങ്ങളുടെയൊക്കെ കെട്ടിയോളുമാർ നാട്ടിൽ കിടക്കണില്ല, ഒരു കളിയില്ലാതെ വരണ്ട ഭൂമി പോലെ കിടക്കണോ? നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടല്ല അത് നനച്ചു കൊടുക്കണം. ചീരയിൽ ഇടക്ക് വെള്ളം വീണോ, ഈ വാഴയിൽ നനക്കുമ്പോഴത്തേക്കും ചീരയും താഴ്ത്തി ഇന്നോട്ട് നനഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങളുടെ ഭാര്യയാണോ സൂപ്പർ, ഞങ്ങളാണോ സൂപ്പർ? വരണ്ട ഭൂമിയാണോ നല്ലത്? ഈ വരണ്ടതിലും കൊണ്ടുപോയിട്ട് ഇടക്കും തലക്കും പോയി വെള്ളം നനച്ചിട്ട് കാര്യമൊന്നുമില്ല, മുരടിച്ചു പോവും കേട്ടാ. ആ കളി കിട്ടണ പെണ്ണു കുസാറ് മുന്തിരിക്കച്ചാറ്. മനസ്സിലായ? ഇന്നലെ ഗുണ്ട വന്നപ്പോൾ പോയതാണല്ലോ, ബിസി ആയിരുന്നല്ലോ. ഗുണ്ട ഞാൻ സിനിമക്ക് പോയതാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ. തുടരും എന്ന് പറഞ്ഞ മൂവി കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഞങ്ങൾ തുടർന്ന് കൊണ്ടു 3 മണി വരെ, 6 മണി വരെയൊക്കെ ഞങ്ങൾ പിന്തുടർന്നു. വെള്ളം തെറിച്ചത് എറിയണ്ടില്ലേ? ഞാൻ തെറിയാ മാതിരി തെറിയറിക്കാൻ പാടില്ല. ആരും അറിയാതെ എത്ര കളികൾ നടക്കുന്നുണ്ടാവുമെന്ന്. പിന്നെ അതൊക്കെ ആർക്കറിയാം? നിങ്ങളുടെ കെട്ടിയോളന്മാരൊക്കെ നിങ്ങളെ അറിയിക്കാതെ എത്ര കളി കളിക്കുന്നുണ്ടാവുമെന്ന്. എൻ്റെ രമോനെ, എൻ്റെ രമണ, നീയാണ് എൻ്റെ സോമി, എൻ്റെ റൂബി സാബി, എൻ്റെ രമണ, നീ എവിടെ? നീ വന്നില്ല. എവിടെയാടാ മുത്തേ? സാരി ആണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. എന്ന് ചേട്ടൻ ഒരു 500 തറവ് കിട്ടാൻ ഞാൻ എന്നിട്ട് കല്യാൺ സിൽക്കിൽ പോയിട്ട് ഒരു 5 സാരി മേടിച്ചിട്ട് വരാം. ഇൻസ്റ്റയിൽ വാ. എന്താണ് മുത്തേ അവിടെ? ഞാൻ വരാമല്ലോ, ഞാൻ വരാം. വാട്ടർ ബോട്ടിൽ കളർ ആണോ? മറുപടിയിലെടുക്കും ഒരു കുളിര്. നിന്റെ മോളെ ഞാൻ പണിയിട്ടുണ്ട്. ചെറിയ മുലകൾ ഊമ്പി കുടിച്ചു. നല്ല ആഗ്രഹമുണ്ടല്ലേ? 11 വയസ്സുകാരിയെ കളിച്ചു എന്നാണ് പറയണത്. അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടീനെ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ, ചങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കട്ട ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ വില കളയാതെ ഇറങ്ങിപ്പോടാ പൂറിമണി. ഇവനൊക്കെ ഒരു പെൺകൊച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവൻ്റെ കൊച്ചു വളർന്നു വരുമ്പോൾ ആ കൊച്ചിനെ ആരെങ്കിലും ഇങ്ങനെ ബലാത്സംഗം ചെയ്താൽ എന്ത് ചെയ്യും? ഇതേപോലെ എഴുതി വെക്കുന്നവനിക്ക് പെൺകുട്ടികൾ പടച്ചവൻ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പടപടാന്ന് കൊടുത്തോളാം. എന്നിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ് എഴുതിയവൻ്റെ മോളെ പണ്ണണം. മനസ്സിലായ? എന്നിട്ട് അതിൻ്റെ പേര് ചങ്ക്സ് ഇരുന്ന്. എന്ത് വില ഇരിക്കണടാ. ചങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കട്ടക്ക് കൂടെ നിൽക്കണത് ഏത് അവസരത്തിലും. മനസ്സിലായ? 11 വയസ്സായി എൻ്റെ മോളവൻ പറയണ പറച്ചിലാണോ പറയണത്? എഴുതിക്കോടാ, നീ എഴുതിക്കാൻ കുഴപ്പമില്ല. കാരണം നടക്കാത്ത കാര്യമല്ലേ. എൻ്റെ മേത്തൊന്നും മുട്ടിയിട്ടൊന്നുമില്ലല്ലോ നീ പറയുമ്പോൾ. പിന്നെ നിനക്കും ഒരു മോള് വരും, നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ പെങ്ങൾക്കൊരു മോള് വരും. നോക്കിക്കോ, ഞാൻ പറഞ്ഞാൽ അറം പറ്റുന്ന വാക്കുകളാണ്. അവൻ എന്തും ചെയ്യട്ടെ. എന്നാ മനസ്സിലായില്ല? നീല തടാകങ്ങളോ? ഹലോ ചേച്ചി. ഹലോ. എനിക്ക് ഫീലാവൂല. കാര്യം എനിക്ക് ഫീലാവാൻ വേണ്ടി എൻ്റെ മോള് നല്ല അന്തസ്സോടെ വീട്ടിലിരിപ്പുണ്ട്. മനസ്സിലായ? അവളെ പോയിട്ട് നോക്കിയാൽ പോലെ അവൾ ചോദിക്കും എന്താടാന്ന് ചോദിക്കും. ഞാനേ ഇങ്ങനെ വന്നിട്ട് പെരുമാറണം ഊളത്തരം പറയുമ്പോൾ. അപ്പോൾ പിന്നെ എൻ്റെ വിത്തിലുണ്ടായത് എങ്ങനെ പെരുമാറാതിരിക്കുമോ? നിന്നെ ഞാൻ കളിച്ചു തുടങ്ങി. സ്വപ്നത്തിലല്ലേ, ലൈവിലും കളിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യ് പൂറി മക്കളെ, ഇറങ്ങും, ലൈവിൽ നിന്ന് ഇറങ്ങിക്കോ.